കാശ്മീരിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുകയും ഇത് കഴിഞ്ഞ ആഴ്ച ഇൻവെസ്റ്റേഴ്സിനിടയിൽ ആശങ്ക ഉയർത്തുകയും മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമാവുകയും ചെയ്തു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നിലനിൽക്കുന്നതുകൊണ്ട് വരും ദിവസങ്ങളിലും മാർക്കറ്റ് ഒരു കോഷ്യസ് അപ്രോച്ചായിരിക്കും വെച്ചു പുലർത്തുക. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനുകളിലായി നിഫ്റ്റി 0.80% ഇടിഞ്ഞ് 24,039 ക്ലോസിംഗ് നൽകിയത്. കൂടാതെ ഇന്ത്യ വിക്സ് 11% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് പോസിറ്റീവായിരുന്നു. പക്ഷേ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രോസ് ബോർഡർ ടെൻഷൻ ഉയരുകയും ഇതുമൂലം ഇൻഡെക്സിൽ ചെറിയ രീതിയിലുള്ള അതായത് 207 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്തിട്ടുണ്ട്. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ IT സെക്ടർ 0.7% ഉയർന്നാണ് ക്ലോസിംഗ് നൽകിയത്. അമേരിക്കയിലെ നാസ്ഡാക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം IT സെക്ടറിൽ പ്രകടമായിരുന്നു. അതേസമയം കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ നേരിട്ട 2 സെക്ടർ ഹോട്ടൽ ആൻഡ് എയർലൈൻസ് സെക്ടറാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട അതായത് കാശ്മീർ ടൂറിസവുമായി ബന്ധപ്പെട്ട പല ബുക്കിങ്ങുകളും ക്യാൻസൽ ആകുന്നതിൻ്റെ ഇമ്പാക്റ്റ് അടുത്ത ആഴ്ച ട്രാവൽ ടൂറിസം ഹോട്ടൽ അതുപോലെ തന്നെ എയർലൈൻ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഇമ്പാക്റ്റും ഏറ്റവും അധികം ബാധിക്കാൻ ഈ 3 സെക്ടറുകൾക്കാണ് സാധ്യത കാണുന്നത്. അതേസമയം ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല പ്രാവശ്യവും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയങ്ങളിലൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര വലിയ ഇടിവോ കറക്ഷനോ വന്നിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ എക്കണോമിയിൽ ഉണ്ടായിരിക്കുന്ന റിസൈലൻസ് തന്നെയാണ്. ഇന്ത്യൻ എക്കോണമി മികച്ച റിസൈലൻസ് കാഴ്ചവെക്കുകയും എക്കോണമിയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവായി തുടരുകയും ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളോ അത്ര പ്രതികൂലമായി ബാധിക്കാറില്ല. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് വന്നതുമൂലം മാർക്കറ്റിന് 24,000 മുകളിൽ ക്ലോസിംഗ് നൽകാനും നിഫ്റ്റിയിൽ ഒരു ബൈയിങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ 2001 പാർലമെൻറ്റ് അറ്റാക്ക് സമയത്ത് ഒഴികെ മറ്റൊരു ഇന്ത്യൻ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യൻ മാർക്കറ്റ് 2%-ലേറെ കറക്റ്റ് ആയിട്ടില്ല. 2001 പാർലമെൻറ്റ് അറ്റാക്ക് സമയത്ത് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റ് 7%-ഓളം കറക്റ്റ് ആവുകയും ആവറേജ് ബേസിസിൽ 3%-ഓളം കറക്റ്റ് ആവുകയും ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷങ്ങൾ മൂലം ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാമെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്ന പല സ്റ്റോക്കുകളെയും വാങ്ങാനുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് 24,000 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,900, 23,800 തുടങ്ങിയ സോണുകൾ ഒരു പ്രധാന സപ്പോർട്ട് സോണാണ്. 23,800 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ മാർക്കറ്റ് 23,500, 23,300 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം 24,250, 24,350 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു അപ് ട്രെൻഡ് വരും സമയങ്ങളിലും മാർക്കറ്റിൽ തുടരാനും ഹയർ സൈഡിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്ക് 200-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും റെസിസ്റ്റൻസ് നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷനോ കൺസോൾട്ടേഷനോ പ്രതീക്ഷിക്കാം. അവിടെ നിന്നും പിന്നീട് സ്റ്റോക്കുകളിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടാതെ മറ്റ് ചില ഫാക്ടറുകളും വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട്. അതിലേറ്റവും പ്രധാനം മെയ് 1-ാം തീയതി വരുന്ന വെഹിക്കിൾ സെയിൽസ് ഡേറ്റയാണ്. കൂടാതെ ഇന്ത്യയുടെ 2 എക്കോണമിക് ഡേറ്റ അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും മാനുഫാക്ചറിംഗ് PMI ഡേറ്റയും അടുത്ത ആഴ്ച പുറത്തുവരും. ഇത് രണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള 2 ഡേറ്റകളാണ്. അതോടൊപ്പം തന്നെ വിവിധ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കും. BPCL, IOC, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI, ബജാജ് ഫിനാൻസ്, TVS മോട്ടോർ, അൾട്രാടെക് സിമെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അടുത്ത ആഴ്ചയാണ് പുറത്തുവരുന്നത്. ക്വാർട്ടർലി റിസൾട്ട് സെഷന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഓരോ ദിവസവും മാർക്കറ്റിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. കൂടാതെ 2026 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ IPOയും അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഏതർ എനർജിയുടെ IPO ആണ് അടുത്ത ആഴ്ച ആരംഭിക്കുന്നത്. ഈ IPOയും ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്.
ഇവിടെ എടുത്തു പറയത്തക്ക ഒരു പ്രധാന ഫാക്റ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെ അഗ്രസീവായിട്ടുള്ള ബൈയിങ് ആണ് നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം 17,800 കോടിയുടെ ബൈയിങ്ങും കഴിഞ്ഞ 8 ദിവസം കൊണ്ട് ഏകദേശം 32,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബൈയിങ്ങുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നടത്തിയിരിക്കുന്നത്. ഇവിടെ അമേരിക്കൻ ഇൻഡെക്സും അമേരിക്കൻ ഡോളറും ദുർബലമായതിനെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള എമർജിംഗ് മാർക്കറ്റിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വരികയാണ്. ഇത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും കോൺഫിഡൻസ് നൽകുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അടുത്ത ആഴ്ച ചില സ്റ്റോക്കുകളെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. HCL ടെക്, ടെൻല പ്ലാറ്റ്ഫോം, 360 വൺ ഫാം തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പവും അതുപോലെ തന്നെ ചില കമ്പനികളുടെ ഡിവിഡൻറ്റും ബോണസ് പ്രഖ്യാപനവുമൊക്കെ അടുത്ത ആഴ്ച നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻറ്റുകൾ.